ശിലയായി മാറിയവൾ അഹല്യ, പണയപ്പണ്ടമായവൾ പാഞ്ചാലി, കഴുത്തറക്കപ്പെട്ടവൾ രേണുക, കാഴ്ചയുണ്ടായിട്ടും അന്ധയായവൾ ഗാന്ധാരി, പതിവ്രതയായിട്ടും ഉപേക്ഷിക്കപ്പെട്ടവൾ സീത, 12 പെറ്റിട്ടും മുല ചുരത്താത്തവൾ പഞ്ചമി. സീതയും പാഞ്ചാലിയും രേണുകയും ഗാന്ധാരിയുമെല്ലാം കടന്നുപോയ പെണ്ണില്ലത്തിന്റെ ആദ്യ കവിത പാടി അവസാനിപ്പിക്കുമ്പോൾ ഈ സ്ത്രീകൾക്കും സഞ്ചരിച്ച ദൂരത്തെക്കുറിച്ച് പറയാനുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയത് ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട്. സ്ത്രീകളുടെ വീട്, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. സ്ത്രീകൾക്കൊക്കെ വരാനും ഇരിക്കാനും അവരുടെ സാഹിത്യപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി, അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ആ പേര് വളരെ ഹിറ്റായി. ആ പുസ്തകത്തിന് ഒരുപാട് പബ്ലിസിറ്റി കിട്ടി. കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ ഇരിട്ടിയിൽ നിന്ന് തുടങ്ങിയ താച്ചി എന്ന കൂട്ടായ്മയാണ് ഇന്ന് പെണ്ണില്ലത്തിലേക്ക് എത്തിയത്. കൂട്ടായ്മയിൽ കൂടുതലും വീട്ടമ്മമാരും തൊഴിൽ രഹിതരുമാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണത്. ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെയൊക്കെ ഓരോ ജീവിത ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഈ എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന ഈ എഴുത്തുകൾ, അത് ഒരു നിർദ്ദേശമില്ലാതെ ഒരുപാട് മാറി പോകുന്ന ഒരു കാലഘട്ടത്ത് നല്ല രീതിയിൽ ഒരു ബുക്കാക്കുവാനെ കൊണ്ട് സഹായിച്ചത് തീർച്ചയായും പെണ്ണിലെ എഴുത്തിടം പബ്ലിക്കേഷനാണ്. പലരും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന എഴുത്തുന്ന സ്വപ്നം പൊടിതട്ടിയെടുക്കുന്നതും പെണ്ണില്ലത്തിലൂടെ. ജീവിതം തിരികെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ചിലർ. ഞാനൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഒരു വിഷമങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഒത്തിരി പേരുണ്ട് അതുപോലെ. നമ്മുടെ ആത്മകഥാംശം എഴുതി നമ്മളിതിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും നമ്മൾ എഴുതി. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ നമുക്ക് ഭയങ്കര എനർജറ്റിക്കാണ്. അതായത് നമ്മൾ ഇത്ര തിരക്കുണ്ടെങ്കിലും ഈ കൂട്ടായ്മ നമുക്ക് തരുന്നൊരു എനർജി വളരെ വലുതാണ്. ഇനി ആഗ്രഹ സഫലീകരണം. ഷാർജയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 101 പുസ്തകങ്ങളുമായി കയറി ചെല്ലുകയാണിവർ. പലർക്കും ഈ നേട്ടം സ്വപ്നതുല്യമെന്നതിൽ സംശയമില്ല. സ്ത്രീകൾ പരസ്പരം കരുത്താകുന്നു. അവരിലൂടെ എഴുത്തിടങ്ങൾ ജനിക്കുന്നു. സാഹിത്യത്തിൽ നിറവും ജാതിയും സമ്പത്തും മറ്റതിർവരമ്പുകളുമില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.